വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ കാലത്തെയുള്ള പ്രവർത്തനം ആരംഭിക്കുന്നത് പക്ഷികൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടാണ്. ഒരു വർഷക്കാലമായി ഇത് ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാലത്ത് ഒരു 6:30 മണിയാകുമ്പോഴത്തേക്ക് തന്നെ നിരവധി കാക്കകൾ വീടിൻ്റെ ഗേറ്റിലും അതുപോലെ തന്നെ ഈ പരിസര പ്രദേശത്തൊക്കെ വന്ന് കാത്തു നിൽക്കും. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് അവർക്ക് ഭക്ഷണം നൽകലാണ്. അപ്പോൾ അതിൻ്റെ ഒരു സുഖം, പക്ഷികൾക്ക് ഭക്ഷണം നൽകുമ്പോഴുണ്ടാകുന്ന ഒരു സംതൃപ്തി ഒന്ന് വേറെ തന്നെയാണ്. നമ്മളൊക്കെ അനാവശ്യമായിട്ട് കളയുന്ന ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് വെച്ചുകൊണ്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചതുപോലെ തോന്നും. അതിനായിട്ട് ഞാൻ രാത്രിയിൽ വെക്കുന്ന ഭക്ഷണത്തിൻ്റെ കുറച്ചൊരു ഭാഗം അവിടെ ശേഖരിച്ച് വെക്കും. ഒപ്പം ബ്രെഡ്, അവിൽ അതൊക്കെയാണ് നൽകി വരുന്നത്. ഇതാ പക്ഷികളൊക്കെ വന്ന് റെഡിയായി നിൽക്കുന്നുണ്ട്. നമുക്ക് ഇനി ഭക്ഷണം കൊടുക്കാം. ഇതാ കാക്കകളൊക്കെ റെഡിയായി കഴിഞ്ഞ് ഗേറ്റിലൊക്കെ ഇതാ നരഞ്ഞ് നോക്കുകയാണ്. ഞാൻ ഭക്ഷണം നൽകുകയാണ്. അതിൻ്റെ കളികളൊന്ന് നമുക്ക് കാണാം. സന്തോഷത്തോടെ കൂടിയാണ് അതങ്ങനെ കാക്കകൾ വന്ന് ഭക്ഷണം കൊടുക്കുകയാണ്. ഇത് കാക്കയുടെ കൂടെ തന്നെ പ്രാവുമുണ്ട്. 10-25 കാക്കകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് ഞാൻ ഡെയിലി ബ്രെഡ് സംഘടിപ്പിച്ചു വെക്കും. കാക്കകൾ ആദ്യം കഴിക്കുക ബ്രെഡാണ്. അതിൻ്റെ കൂടെ തന്നെ അരി ഭക്ഷണവും നൽകുന്നുണ്ട്. രാത്രി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കുറച്ച് പങ്ക് അവിടെ ഞാൻ നീക്കി വെക്കാറുണ്ട്. അതും നൽകുകയാണ്. അപ്പോൾ അങ്ങനെ അത് ഞാൻ ശേഖരിച്ച് വെക്കുകയാണ്. അതിങ്ങനെ വന്ന് തിന്നുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കാക്കകൾ ഇങ്ങനെ, ഈ കാക്കകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ സ്വഭാവം നമുക്ക് ഇതിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പറയുന്നുണ്ട് നമ്മുടെ പൂർവികർ പിന്നീട് കാക്കകളായിട്ട് ജന്മമെടുക്കുന്നു എന്ന്. പുരാണങ്ങളൊക്കെ അത് പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയുണ്ട് എന്ന് അറിയില്ല. എന്തു തന്നെ ആയാലും അതിലൊരു സത്യവും ഞാൻ കാണുകയാണ്. നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ബലിതർപ്പണത്തിലൊക്കെ കാക്കകൾ വന്ന് ഭക്ഷണം എടുത്താൽ മാത്രമേ അത് പൂർത്തിയാകുന്നുള്ളൂ എന്നുള്ള ഒരു സങ്കല്പം നമ്മളിലുണ്ട്. വളരെ പുരാതന കാലം മുതൽക്ക് തന്നെ ഉള്ളതാണ്. അതിലെന്തോ സത്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, എന്തോ ഒന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ കാക്കകൾക്ക് ബലി കൊടുക്കുന്ന ഒരു ശീലം, പ്രവൃത്തി അത് വളരെ കാലം മുമ്പ് നടക്കുന്നതാണ്. ഇന്നും എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ ബലി നൽകുന്നുണ്ട്. ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ, കടൽ തീരങ്ങളിലൊക്കെ കാക്കകൾ വന്ന് ബലി എടുക്കണമെന്നാണ് ഹിന്ദുക്കളുടെ വിശ്വാസം. അപ്പോൾ ഇവിടെ അപ്പോൾ ഞാൻ ചിന്തിച്ചു പോവുകയാണ്, നമ്മുടെ പൂർവികരായ പലരും ഇവിടെ വന്നിട്ടുണ്ടോ എന്ന്. കാരണം അവരുടെ ഓരോരുത്തരുടെ ആ ഭക്ഷണ രീതി കാണുമ്പോൾ നമ്മുടെ മൺമറിഞ്ഞു പോയ പലരെയും ചിന്തിച്ചു പോവുകയാണ്. അപ്പം ഓരോ കാക്കകളും ആ ഭക്ഷണം എടുക്കുന്നത് നമുക്ക് നോക്കുമ്പോൾ ചിലവർ വളരെ സാവധാനത്തിൽ അങ്ങനെ നോക്കിയിട്ടാണ് കഴിക്കുന്നത്. മറ്റു ചിലർ ആർത്തിയോടെ കഴിക്കുന്നത് കാണുന്നുണ്ട്. മറ്റ് ചിലർ ഭക്ഷണങ്ങൾ ഒത്തിയെടുത്തുകൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ പോകുന്നുണ്ട്. ചില വികൃതികൾ ഇങ്ങനെ തമ്മിലൊന്ന് ഒരു ചെറിയൊരു ഇങ്ങനെ ഒരു കലബലയാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വളരെ സാവധാനത്തിൽ എല്ലാവരും വളരെ ഐക്യത്തോടു കൂടിയാണ് ഭക്ഷണം ശേഖരിക്കുന്നത്. അല്പസമയം കഴിയുമ്പോഴാണ് പ്രാവ് എത്തുന്നത്. ഈ കാക്കയും പ്രാവിൻ്റെയും ഭക്ഷണ രീതിയിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം കാണുന്നത്,
കാക്ക സാവധാനത്തിലാണ് ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ പ്രാവ് കഴിക്കുന്നത് വളരെ വേഗത്തിലാണ്. കാക്ക ഒന്ന് കഴിക്കുന്ന സമയം കൊണ്ട് പ്രാവുകൾ 3ഉം 4ഉം ഭക്ഷണം കഴിക്കുന്നത് കാണുന്നുണ്ട്. പ്രാവ് കാര്യമായിട്ട് ചോറാണ് കഴിക്കുന്നത് കാണുന്നത്. കാക്കകൾ ആദ്യം തന്നെ ബ്രെഡൊക്കെ കഴിച്ചതിന് ശേഷം മാത്രമേ ചോറിലേക്ക് കടക്കുന്നുള്ളൂ. പ്രാവ് നേരെ ചോറിലേക്ക് കാണുന്നത്. അപ്പോൾ അതിൻ്റെ സ്പീഡ്, ആ കൊത്തുന്ന സ്പീഡ് വളരെ കൂടുതലാണ്. കാക്കകൾ വളരെ സാവധാനത്തിലാണ് കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാലത്തെ ഈ പക്ഷികളുടെ ഈ ഒരു ഭക്ഷണം കഴിക്കുന്ന കാണുമ്പോൾ എനിക്ക് മനസ്സിന് തന്നെ എനിക്ക് സന്തോഷം തോന്നുകയാണ്. നമ്മളൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പക്ഷികൾക്കൊക്കെ കൊടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു സുഖം, വയറ് നിറയെ കഴിക്കുമ്പോൾ നമ്മൾ കഴിച്ചതുപോലെ തോന്നുക. ഓരോരുത്തരുടെയും ആ ഒരു ഭക്ഷണ രീതി. സാധാരണ ഞാൻ ബ്രെഡ് ആണ് കൊടുത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ചോറ്, അഥവാ ചോറില്ല എങ്കിൽ അവിൽ, ഒക്കെയാണ് കൊടുക്കാറ്. ഞാൻ മറ്റൊന്ന് കണ്ടത്, കാക്കകൾ ഈ മിക്സ്ചറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ആർത്തിയോട് കൂടിയിട്ടത് കഴിക്കുന്ന കാണുന്നുണ്ട്. അങ്ങനെ വറുത്ത സാധനങ്ങൾക്ക് അതിന് കുറച്ചും കൂടി അതിനൊരു ടേസ്റ്റ് കൂടുതലുള്ളത് കൊണ്ടോ എന്തോ അറിയുന്നില്ല. പിന്നെ വേറെന്ന് പറഞ്ഞാൽ ഇവർ ആവശ്യത്തിനുള്ളത് മാത്രം കഴിയും. കൂടുതൽ അങ്ങനെ മനുഷ്യന്മാർ പോലെ കൂടുതൽ കഴിച്ചിട്ട് പോകില്ല. അതിന് വേണ്ടുന്ന ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ അതെടുക്കൂ. അത് കഴിഞ്ഞാൽ ഉടനെ അത് പോകും. അത് ഇപ്പോഴും തന്നെ ചില കാരണവന്മാർ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇങ്ങനെ ഇവർ കഴിക്കുന്ന അത് ദൂരെ നിന്നുകൊണ്ട് നോക്കുന്നുണ്ട്. എല്ലാവരും കഴിച്ചതിന് ശേഷം മാത്രമാണ് ചിലർ വരുന്നത്. അതൊരു പ്രത്യേകതയായിട്ട് കാണുകയാണ്. എനിക്കൊന്ന് മറ്റുള്ള ആരെങ്കിലും ശത്രുക്കളങ്ങാറ്റം വരുമോ അല്ലെങ്കിൽ ആക്രമിക്കാൻ ആരും വരുന്നുണ്ടോ എന്ന് നോക്കി ദൂരെ നിന്നിട്ട് ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയാണ്. ചില സമയത്ത് പെട്ടെന്ന് ഒരു മെസ്സേജ് മറ്റൊരു പക്ഷിയിൽ നിന്നുള്ളൊരു ശബ്ദം കേൾക്കുമ്പോൾ മൊത്തം ഇത് പാറിപ്പോകുന്ന കാണുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് പ്രാവ് അത് ചെയ്യുന്നില്ല. കാക്കകൾക്ക് ചിലർ കോഡ് ഭാഷ ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു ശബ്ദം കേട്ടാൽ മൊത്തം പോകും. പക്ഷെ പ്രാവ് അത് ഒരു മൈൻഡാക്കുന്ന കാണുന്നില്ല. പ്രാവിൻ്റെതായ രീതിയിൽ അങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതാണ് പ്രാവും കാക്കയും തമ്മിലുള്ള വ്യത്യാസം. ഓരോരുത്തർക്കും ഓരോ കോഡുണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ കാക്ക പോകുമ്പോഴാണ് പ്രാവുകൾ വന്നിട്ട് അവരുടെ ഭക്ഷണം എടുക്കുന്നത് കാണുന്നത്. അപ്പം കുറച്ച് കഴിയുമ്പോൾ അണ്ണാനെത്തും. അപ്പോൾ ഞാൻ അണ്ണാന് വേണ്ടി കുറച്ച് നീക്കി വെക്കുന്നുണ്ട്. ഇത് അണ്ണാൻ വരുമ്പോഴത്തേക്കൊന്നും ഉണ്ടാവില്ല, ഇവരെല്ലാം കഴിച്ച് തീർത്തിട്ടുണ്ടാകും. അപ്പം അണ്ണാന് വേണ്ടി ഞാൻ എൻ്റെ വണ്ടിയുടെ അടിയിലേക്ക് ഞാൻ കുറച്ച് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അത് അങ്ങനെ മറ്റു പക്ഷികൾ വന്ന് അതിൻ്റെ ഉള്ളിൽ പോകില്ല. അണ്ണാനെല്ലാം അങ്ങോട്ടേക്കാണ് വന്നപ്പാട് പോകുന്നത്. അപ്പം ആരുമില്ലെങ്കിൽ വന്നിട്ട് കഴിക്കുന്ന കാണുന്നുണ്ട്. അപ്പം എന്തു തന്നെ ആയാലും ഈ നമ്മൾ വെറുതെ ഭക്ഷണം ഇങ്ങനെ അനാവശ്യമായി കളയുന്ന സാധനങ്ങൾ നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ പക്ഷികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഒരു മാനസിക സന്തോഷം അതൊരു
ദൂരെ പോയിട്ട് ചിലർ ദൂരെ പോയിട്ടാണ് കഴിക്കും. ഇവിടുന്ന് എടുത്ത് ഭക്ഷണം അവർക്ക് വേണ്ടുന്ന ഭക്ഷണം എടുത്ത് അതങ്ങനെ സ്കൂളിൻ്റെ ഓട്ടിൻ്റെ മുകളിലൊക്കെ പോയിട്ടാണ് കഴിക്കുന്നത്. ചിലർ ഇവിടെ തന്നെ കഴിക്കുന്നുണ്ട്, ചിലർ വീണ്ടും തിരിച്ചു വന്നിട്ട് വീണ്ടും കഴിക്കുന്നുണ്ട്. കാക്കകൾ തന്നെ ഒറ്റപ്പെട്ട് ചിലത് കഴിക്കുന്ന കാണുന്നുണ്ട്. എന്താ ആവശ്യത്തിൽ കഴിച്ച് അവരെ ഭക്ഷണം കിട്ടിയ ഉടനെ അവരൊക്കെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞു. ഇനി ഇങ്ങനെ വേണ്ടുന്നവർ ഇങ്ങനെ വീണ്ടും തിരിച്ചു വരികയാണ് ചെയ്യുന്നത് ആവശ്യത്തിന്. അപ്പം പ്രാവുകളാണ് ഉള്ളത്. പ്രാവുകൾ അധികം കഴിക്കും എന്നാണ് തോന്നുന്നത്. പക്ഷികളുടെ ഭക്ഷണ രീതിയെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക. ഇതുപോലുള്ള കാണാക്കാഴ്ചകൾ ഇനിയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.